ഹലോ ഗായ്സ്, വെൽക്കം ടു AnzysViews. നമുക്കെല്ലാവർക്കും റിയൽമി എന്നുള്ള ബ്രാൻഡിനെ കുറിച്ച് അറിയാം. ഏകദേശം 3 വർഷം കൊണ്ട് വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് ഫോൺ ഇറക്കി വളരെ ഹിറ്റായിട്ടുള്ള ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും റെഡ്മി ഫോണുകൾക്കൊക്കെ മുഖ്യ എതിരാളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിയൽമി ആണ് ഉള്ളത്. അങ്ങനത്തെ റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഏകദേശം 10,000 റേഞ്ചുള്ള നല്ലൊരു സ്മാർട്ട് ഫോൺ നമുക്കറിയാം, റിയൽമി 5 എന്നുള്ള ഫോൺ. നമ്മൾ ഓൾറെഡി അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ റിയൽമി 5 എന്നുള്ള ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ഫസ്റ്റ് ഇംപ്രഷനാണ് ഇവിടെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഈ ബോക്സ് ആദ്യം നോക്കുമ്പോൾ ബോക്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ളത് റിയൽമി 5 എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട്. അതിന് താഴെ 5000 mAh ബാറ്ററി, അതുപോലെ തന്നെ ക്വാഡ് ക്യാമറ എന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് ക്രിസ്റ്റൽ പർപ്പിൾ കളറാണ്. പിന്നെ ഇതിൻ്റെ വേർഷൻ നോക്കുമ്പോൾ 4GB റാം, അതേപോലെ തന്നെ 64GB വേർഷനാണ്. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് ഹെഡ് സാർ വാല്യൂ 1.180 ആണ്. അതുപോലെ തന്നെ ബോഡി സാർ വാല്യൂ നോക്കുമ്പോൾ 0.631 വാട്ട് പെർ കിലോഗ്രാം ആണ്. അതായത് 1.6 എന്നുള്ളതാണ് നമുക്ക് മാക്സിമം സാർ വാല്യൂ വരാൻ പാടുള്ളൂ. അതിന് താഴെ ആയിരിക്കണം ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 11,999 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ ഈ വേർഷന്, അതായത് 4GB റാം 64GB ഇൻ്റർണൽ മെമ്മറി ഉള്ള വേർഷന് 11,000 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വേർഷൻ 3GB റാം 32GB ഇൻ്റർണൽ മെമ്മറി ഉള്ള വേർഷന് 1000 രൂപ കുറവാണ്, അതായത് 10,000 രൂപക്കാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു വേർഷനുണ്ട് 4GB റാം 128GB ഇൻ്റർണൽ മെമ്മറി വരുന്ന വേർഷൻ. അതിനും ഇതിനേക്കാൾ 1000 രൂപ കൂടുതലായിട്ടാണ് വരുന്നത്, അതായത് 12,000 രൂപക്കാണ് വില വരുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ബോക്സ് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബോക്സ് പൊട്ടിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വൈറ്റ് ചെറിയ ബോക്സാണ് കാണാൻ സാധിക്കുക. അതിൽ ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. ഈ വൈറ്റ് ബോക്സിനകത്ത് നമുക്ക് പേപ്പേഴ്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് സിലിക്കൺ ബാക്ക് കവറും കാണാൻ സാധിക്കും. നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റിയൽമി 5 എന്നുള്ള ഡിവൈസ് കാണാൻ സാധിക്കും. ഈ റിയൽമി 5 നമ്മൾ ഫസ്റ്റ് നമ്മൾ കൈ പിടിക്കുമ്പോഴുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഫോണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇത് പ്ലാസ്റ്റിക് ആണ് സൈഡിലും ബാക്കിലൊക്കെ വരുന്നത്, പക്ഷേ ആ ഒരു ഫീലല്ല, നമുക്ക് നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് ഇത് തരുന്നത്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇവിടെ യൂസ് ചെയ്തത്, അതുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും നല്ല സ്ലീക്ക് ലുക്കുള്ളൊരു ഡിവൈസാണ്. ഇതിൻ്റെ കളർഫുൾ ഒരു ക്രിസ്റ്റൽ ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. റിയൽമി അങ്ങനെയാണ് ഈ ഡിസൈനിനെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ഡിവൈസിലേക്ക് വരാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് ചാർജിങ് അഡാപ്റ്റർ കാണാൻ സാധിക്കും. ഇതിൽ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 5V 2A ചാർജറാണ്, അതായത് ഫാസ്റ്റ് ചാർജർ അല്ല. പിന്നെ നമുക്ക് ചാർജിങ് കേബിൾ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ USB കേബിൾ കാണാൻ സാധിക്കും. ഈ USB കേബിൾ മൈക്രോ USB ടൈപ്പാണ് വരുന്നത്, അതായത് നോർമൽ ടൈപ്പാണ്. ടൈപ്പ് സി ഒക്കെയാണ് ഈ ഒരു ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ മൈക്രോ USB ഉള്ളൂ. തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു സിം ഇജക്ടർ പിന്നും കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ബോക്സിനകത്ത് ഉള്ളത്. നമുക്കിനി ഈ റിയൽമി 5 എന്നുള്ള ഡിവൈസിനെ അടുത്ത് നിന്നൊന്ന് കാണാം. ഓക്കെ, നമ്മൾ ഡിവൈസിനെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് സെൻസേഴ്സ്, അതേപോലെ തന്നെ ഇയർ പീസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ 13 MP ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കും. അതിൻ്റെ അപ്പർച്ചർ വാല്യൂ f2.0 ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെൽഫി ക്യാമറ എന്ന് പറയാൻ സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് 6.5 ഇഞ്ച് അത്യാവശ്യം വലിയൊരു സൈസുള്ള ഡിസ്പ്ലേ ആണ്. നോച്ചുള്ള HD+ റെസൊല്യൂഷനുള്ള ഒരു IPS LCD ഡിസ്പ്ലേ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ വരുന്നത്. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രൈമറി മൈക്രോഫോൺ കാണാൻ സാധിക്കും. മൈക്രോ USB പോർട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ സ്പീക്കറും കാണാൻ സാധിക്കും. ഇത്രയാണ് ബോട്ടം സൈഡിലുള്ളത്. ഇനി ഡിവൈസിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു റിയൽമി എന്നുള്ള എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് റിയൽമി വിളിക്കുന്ന ക്രിസ്റ്റൽ ഡിസൈനിലുള്ള ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് പർപ്പിൾ കളറിലുള്ള ഒരു ഫോണിൻ്റെ ബോഡി കാണാൻ സാധിക്കും. വളരെ ഒരു പ്രീമിയം ഫീൽ തോന്നുന്ന രീതിയിലാണ് നമുക്ക് കാണുമ്പോഴൊക്കെ അത് തോന്നുക. അതായത് പ്രീമിയം ആണ്, പിന്നെ ബ്യൂട്ടിഫുൾ ആണ്, ഒരു സ്ലീക്ക് ലുക്കാണ്. പൊതുവേ നല്ലൊരു ഡിസൈൻ, നല്ലൊരു ലുക്കുള്ളൊരു ഡിവൈസ് എന്ന് തന്നെ നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ സാധാരണ ടൈപ്പ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാൻ സാധിക്കും. പിന്നെ 4 ക്യാമറ കാണാൻ സാധിക്കും.
പിന്നെ നമുക്കൊരു LED ഫ്ലാഷും കാണാൻ സാധിക്കും. ഇത്രയാണ് പിന്നെ ബാക്ക് സൈഡിലുള്ളത്. നമുക്ക് ഈ 4 ക്യാമറ അല്ലെങ്കിൽ ക്വാഡ് ക്യാമറ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണുള്ളത്. ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് f2.2 ആണ്. ഈ അൾട്രാ വൈഡ് ക്യാമറ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ 119 ഡിഗ്രിയാണ്. അതായത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ അല്ലെങ്കിൽ സീനിക് പിക്ചറൊക്കെ എടുക്കാൻ വളരെ സഹായകമാകുന്ന ക്യാമറയാണ് ഈ ക്യാമറ വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ക്യാമറയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ. 12 മെഗാ പിക്സൽ f1.8 അപ്പർച്ചർ വാല്യൂ ഉള്ള, അതുപോലെ തന്നെ 1.25 മൈക്രോൺ പിക്സൽ സൈസ് ഉള്ള ഒരു ക്യാമറ സെൻസറാണ് വന്നിട്ടുള്ളത്. വളരെ നല്ലൊരു വാല്യൂ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്യാമറ ആയിട്ട് പെടുത്താൻ പറ്റുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ ക്യാമറ ആണ്. ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ f2.4 ആണ്. ഇത് ഉപയോഗിക്കുന്നത് പോർട്രേറ്റ് മോഡുള്ള ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് റിയൽമി പറയുന്നത്. പിന്നെ നാലാമത്തെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഇതും 2 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇത് അൾട്രാ മാക്രോ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളൊരു ഫ്ലവറിന് ഏറ്റവും അടുത്ത് പോയിട്ടൊക്കെ ഷോട്ട് എടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമറ ആയിട്ടാണ് ഈ മാക്രോ ക്യാമറ വരുന്നത് എന്നാണ് റിയൽമി പറയുന്നത്. ഓക്കെ, ഏതായാലും ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ f2.4 ആണ്. ഓക്കെ, ഇങ്ങനെ 4 ക്യാമറ ആണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഇനി നമുക്ക് ടോപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല ഈ ഡിവൈസിന്. നമ്മളൊരു സെക്കൻഡറി മൈക്രോഫോണെങ്കിലും അവിടെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതൊന്നും ഇല്ല. ഇനി നമുക്ക് ഡിവൈസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സിം ട്രേ കാണാൻ സാധിക്കും. സിം ട്രേയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ട്രിപ്പിൾ സ്ലോട്ടാണ്. അതായത് നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇത് മൂന്നും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. Mi A3 പോലെ ഹൈബ്രിഡ് സെറ്റപ്പ് അല്ല. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസും കാണാൻ സാധിക്കും. ഇത്രയാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ബാക്കിലുള്ള ഡിസൈനിൻ്റെ അതേ ഒരു ഫിനിഷ് അല്ല, ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇതിൻ്റെ സൈഡ് ഫ്രെയിം വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫീലാണ്. നമുക്ക് അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്ന രീതിയിലൊന്നുമല്ല. ഓക്കെ, ഇനി നമുക്ക് ഡിവൈസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്ക്രീൻ ഓൺ ഓഫ് ബട്ടൺ അല്ലെങ്കിൽ ഫോൺ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ഡിവൈസിനെ നമുക്ക് അടുത്ത് നോക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബാക്ക് കവർ എങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്യും എന്ന് നോക്കാം. ഇത് നമ്മൾ ഇട്ടിട്ട് നോക്കുമ്പോൾ വളരെ നല്ല ഫിറ്റിംഗ് ആണ്. നമുക്ക് എല്ലാ പോർട്ടുകളും നല്ല രീതിയിൽ അലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ക്യാമറ ഹമ്പും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ബാക്ക് കവറാണ് സാധാരണ റിയൽമി ഫോണുകളിലൊക്കെ കണ്ടുവരുന്നിരുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. എന്നിരുന്നാൽ പോലും ഓൾറെഡി ഈ റിയൽമി 5 എന്നുള്ള ഫോൺ അത്യാവശ്യം വെയിറ്റും ഉണ്ട്, അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫോണാണ്. പിന്നെ ഈ ബാക്ക് കവറും കൂടി വരുമ്പോൾ വീണ്ടും കുറച്ചൊരു ഹെവി ആയിട്ട് ഫോൺ വരുന്നുണ്ട് എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ബാക്ക് കവർ ഇട്ടാൽ ഇതിൻ്റെ ആ ക്രിസ്റ്റൽ ഡിസൈന് കുറച്ച് നല്ല രീതിയിൽ മങ്ങൽ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ ബാക്ക് കവർ ഇട്ടാൽ ഇതിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, ഞാനിവിടെ ഈ ഡിവൈസ് എല്ലാം ഓൺ ചെയ്തു, ഇതിലെ കാര്യങ്ങളൊക്കെ സെറ്റൊക്കെ ചെയ്ത് വെച്ചു. നമുക്ക് ഇനി ഫോൺ ഡിവൈസ് അൺലോക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. അൺലോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 മെത്തേഡിലൂടെ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നാമത് ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ ഉപയോഗിച്ചിട്ട്, സാധാരണ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. പിന്നെ രണ്ടാമത്തേത് ഫേസ് അൺലോക്കിങ്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സാധാരണ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉപയോഗിക്കുന്ന ഫോണുകളിലെല്ലാം വളരെ ഫാസ്റ്റാണ്. അതേ ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ തൊടുന്ന ആ ഇൻസ്റ്റൻറ്റ് തന്നെ അത് അൺലോക്ക് ആയിട്ട് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫേസ് അൺലോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഫേസ് അൺലോക്കിംഗ് സാധാരണ റിയൽമി ഫോണുകളെ കണ്ടുവരുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഇവിടെയും ഉണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം കണ്ടാൽ മതി ഫോൺ അൺലോക്ക് ആയിക്കോളും. അത്രയും ഫാസ്റ്റായിട്ട് ഇത് അൺലോക്ക് ആവും. വളരെ നല്ല കാര്യം തന്നെയാണ്. അൺലോക്കിംഗ് എക്സ്പീരിയൻസ് വെരി ഗുഡ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിവൈസിൽ സെറ്റിങ്സിൽ എബൌട്ട് ഫോണിൽ പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് നോക്കുമ്പോൾ നമുക്ക് റിയൽമി 5 എന്ന് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കളർ വൈസ് വേർഷൻ 6.0.1 ആണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ഇതിൽ കുറച്ച് ഡിസൈൻ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ചൊരു ഇറഗുലർ ഡിസൈനിലൊക്കെ ആയിരുന്നു ഈ കളർ വൈസ് 6 ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് ഒരു ഡിസൈൻ ചേഞ്ചസ് ഒക്കെ ഈ ഒരു അപ്ഡേറ്റഡ് വേർഷനിൽ അവർ വരുത്തിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 9 ആണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് CPU അല്ലെങ്കിൽ പ്രൊസറിനെ കുറിച്ച് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 665 ഒക്ടോകോർ പ്രൊസറാണ് വന്നിട്ടുള്ളത്. 11 നാനോമീറ്റർ ടെക്നോളജി ഉള്ള ഒരു പ്രൊസറാണ് ഇത്. ഇതിലെ GPU അല്ലെങ്കിൽ ഗ്രാഫിക്സിനെ കുറിച്ച് പറയുമ്പോൾ അഡ്രീനോ 610 GPU ആണ് വരുന്നത്. നല്ലൊരു പ്രൊസർ, നല്ലൊരു ഗ്രാഫിക്സ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് റാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓർഡർ ചെയ്തത് 4GB റാമാണ്.
പിന്നെ ഇൻറ്റർണൽ മെമ്മറി 64 GB ആണ്. അതിൽ നമുക്ക് ഏകദേശം 51 GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ജൂലൈ 2019 സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് ഓഗസ്റ്റ് ആണ്. ആ ഒരു അപ്ഡേറ്റ് ഇതിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ ക്യാമറയിൽ നമുക്ക് സാധാരണ റിയൽമി ഫോണുകളിൽ കണ്ടുവരുന്ന അതേപോലെ തന്നെയാണ് 3 ഓപ്ഷനാണ് മെയിനായിട്ടുള്ളത്. വീഡിയോ, അതേപോലെ തന്നെ ഫോട്ടോ, പിന്നെ പോർട്രേറ്റ് മോഡ്. ഇങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. പിന്നെ നമുക്കിതിൽ നൈറ്റ് സ്കേപ്പ് മോഡുണ്ട്, അതേപോലെ തന്നെ അൾട്രാ മാക്രോ മോഡുണ്ട്, പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ എടുക്കുന്ന അതിനുള്ള മോഡും ഉണ്ട്. ഇതാണ് ഇതിലെ മെയിനായിട്ടുള്ള മോഡ്. ബാക്കി പല മോഡുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാമറ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് കുറച്ച് നല്ല ഷോട്ടുകളൊക്കെ എടുത്ത് നോക്കാം, വൈഡ് ആംഗിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ നോർമൽ ഷോട്ടൊക്കെ എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കൺക്ലൂഷനിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇനി കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സർ ഒന്നാമതായിട്ട് എടുക്കാൻ സാധിക്കും. സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രൊസസ്സർ വളരെ നല്ലൊരു പ്രൊസസ്സറാണ്. ഈ ഒരു റേഞ്ചിൽ നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള പ്രൊസസ്സറാണ്. നമുക്ക് പബ്ജി ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. സ്മൂത്ത് ഗ്രാഫിക്സിൽ ഹൈ ഫ്രെയിം റേറ്റിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഹീറ്റിംഗ് ഒന്നും അത്രത്തോളം ഇല്ല, നമുക്ക് നോർമൽ ആയിട്ടുള്ള ഹീറ്റിംഗ് ഒക്കെ ഉള്ളൂ. നല്ല രീതിയിലുള്ള ഒരു തെർമൽ എഫിഷ്യൻസി കാണിക്കുന്ന ഒരു പ്രൊസസ്സറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു മെച്ചമായിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. 5000 mAh ബാറ്ററി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബാറ്ററി ലൈഫ് ഈ ഫോൺ തരുന്നുണ്ട്. ഏകദേശം 1.5 ദിവസം നമുക്ക് ഹെവി യൂസേജ് ആണെങ്കിലും തീർച്ചയായിട്ടും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് പറയാൻ സാധിക്കുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ല ഫ്യൂച്ചർ പാക്ഡ് ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻസ് ആണ്. അതായത് അൾട്രാ വൈഡ് ആംഗിൾ, അതേപോലെ തന്നെ മാക്രോ ഷോട്ട്, ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഫോണാണ്. അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് നാലാമതായിട്ട് പറയാൻ സാധിക്കുക, ഇതിന് ട്രിപ്പിൾ സ്ലോട്ടാണ് മെമ്മറി കാർഡ് ഓപ്ഷൻ വരുന്നത്. അതായത് നമുക്ക് ഡുവൽ സിം ആയിട്ടും അതേപോലെ തന്നെ അതിനോട് കൂടെ മെമ്മറി കാർഡും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. പിന്നെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇയർഫോൺ ഔട്ട്പുട്ടാണ്. ഇയർഫോൺ ഔട്ട്പുട്ട് കുറച്ചുകൂടി മി3 അപേക്ഷിച്ചൊക്കെ കുറച്ചുകൂടി ലൗഡാണ്. പക്ഷേ ആ ഒരു ക്വാളിറ്റി കുറയാത്ത രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇയർഫോൺ ഔട്ട്പുട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതും നമുക്ക് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സും ഇതിനുണ്ട്. ആ നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ബാറ്ററി നമ്മൾ പറഞ്ഞു 5000 mAh ബാറ്ററിയാണ്. 5000 mAh ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ ഏകദേശം 2.5 മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് തീർച്ചയായിട്ടും 5000 mAh ബാറ്ററി വരുമ്പോൾ ഒരു വൂക്ക് ചാർജർ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ചാർജർ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. അത് വളരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷനാണ്. നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനേ വരുന്നുള്ളൂ. റെഡ്മി ഫോണൊക്കെ ഈ റേഞ്ചിൽ നമ്മൾ എടുക്കുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ല എന്നാണ്. നമുക്ക് മുകൾ ഭാഗത്താണ് ഇത് സാധാരണയായിട്ട് വരാറുള്ളത്. നമുക്കിവിടെ അത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീരിയോ എഫക്റ്റിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഇതിൻ്റെ മെയിൻ പോരായ്മ എന്ന് പറയുമ്പോൾ കോൾ ചെയ്യുമ്പോഴാണ്. നമുക്ക് നല്ല നോയ്സി ഏരിയയിൽ നിന്നൊക്കെ കോൾ ചെയ്യുമ്പോൾ ആ ഒരു നോയ്സ് നമുക്ക് ഈ സെക്കൻഡറി മൈക്ക് ഇല്ലാത്തത് കൊണ്ട് കുറക്കാൻ സാധിക്കില്ല. അതൊരു മെയിനായിട്ടുള്ള പോരായ്മയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെക്കൻഡറി മൈക്കൊക്കെ ഉള്ള ഒരു ഫോണുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ ഒരു സൈസാണ്, അതായത് ഹെവിനെസ് ആണ്. ഏകദേശം 200 ഗ്രാമോളം ഭാരം വരുന്നുണ്ട് ഈ ഫോണിന്. പിന്നെ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള ഫോണാണ്. നമ്മൾ ബാക്ക് കവർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സൈസ് ആയിട്ടുള്ളൊരു ഫോൺ എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് ഇതിൻ്റെ ഒരു പോരായ്മ
പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അഞ്ചാമതായിട്ട് നമുക്ക് ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇതിൽ അവൈലബിൾ അല്ല. അതൊരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് അടുത്തായിട്ടൊരു ചെറിയൊരു പോരായ്മയായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിരുന്നാൽ പോലും വലിയൊരു ഇഷ്യൂ അല്ല. നമുക്ക് മൈക്രോ USB പോർട്ടാണ് ഇവിടെ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചും ഈ ഒരു ടൈമും, അതായത് 2019 ലാസ്റ്റിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോഴും ഈ മൈക്രോ USB വരുന്നത് ഒരു പോരായ്മയായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ഈ ഡിവൈസിനെ കുറിച്ച്, Realme 5നെ കുറിച്ച് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് പറയാനുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ഫോൺ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്പർ 1 ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സെറ്റിൽ ഒന്നാണ് ഈ Realme 5 എന്നുള്ള ഫോൺ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു എങ്കിൽ, അത് വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ, അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിന് സഹായമായിരിക്കും. പിന്നെ നമുക്ക് Mi A3 അതേപോലെ തന്നെ Realme 5 തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ഈ ചാനൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.